അതായത് അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബെറീഡ് ഒബ്ജക്ട് ഡിറ്റക്ടർ ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ബാറ്ററി അടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ എത്തും. ഏതാണ്ട് 7 മണിയോടുകൂടി തന്നെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടി ഈ ട്രക്കിന്റെ പൊസിഷൻ നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇത് ട്രക്ക് എങ്ങനെയാണ് കടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഇത് കമഴ്ന്ന് കടക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊസിഷൻ കൃത്യമായി കിട്ടുകയാണെങ്കിൽ ഇതിനെ ഹൂക്ക് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം എളുപ്പത്തിലാകും എന്നുള്ളതാണ്. കാരണം ഇതിന്റെ പൊസിഷൻ ഏത് രീതിയിൽ ഇതിപ്പോൾ പുഴയിലേക്ക് ഊളിയിട്ട് പോയതുപോലെയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് അതേ രീതിയിൽ തന്നെയാണോ, അതോ കമിഴ്ന്നാണോ, ചരിഞ്ഞാണോ, അതോ നേരെയാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട്. ആ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത്തരം വ്യക്തത വരുത്തി കഴിഞ്ഞാൽ സ്കൂബ ഡൈവേഴ്സിന് ഈ കാലാവസ്ഥയിലെ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് ഇതിന്റെ അകത്തേക്ക് പുഴയ്ക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു പരിശോധനയായിരിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനത്തിന്റെ കൃത്യമായ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ ലൊക്കേഷൻ, അത് എങ്ങനെ കിടക്കുന്നു എന്നുള്ള ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് സംവിധാനം ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ നിന്ന് കിട്ടുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ ഡ്രോൺ ബേസ്ഡ് സംവിധാനം ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ആദ്യഘട്ടത്തിലുള്ള പരിശോധന ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് ഉണ്ടാവുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ ഈ ദൗത്യം ആരംഭിക്കും. അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലായി ആക്ഷൻ പ്ലാൻ അനുസരിച്ചുള്ള ഓരോ ഘട്ടങ്ങളായി തെരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും ഓരോ പ്രവർത്തനങ്ങളും നടക്കുക. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ്. അതിനുള്ള ആധുനിക ഉപകരണങ്ങൾ അടക്കം ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. ഇനി ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, അർജുനെ കണ്ടെത്തുക. അത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അർജുനിലേക്ക് എത്തുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘം മുന്നോട്ട് പോകുന്നത്. അഭിലാഷ്, വളരെ പ്രതീക്ഷ നൽകുന്ന ദിവസമാണ്, വളരെ പ്രതീക്ഷ നൽകുന്ന മണിക്കൂറുകളാണ്. ഒപ്പം അർജുനെ കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും തൊട്ടടുത്തുണ്ട് അർജുൻ എന്നുള്ളൊരു വിവരം, അതുതന്നെയാണ് നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് എന്നുള്ളത്. ഒപ്പം ഈ പുഴയോട് ചേർന്ന്, അതായത് ലക്ഷ്മണന്റെ കടയോട് ചേർന്നുള്ള ആ മൺകൂന മണ്ണ് നീക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. അതായത് റിവർ ബെഡ് ഒരുക്കുക, അതായത് പുഴയിലേക്ക് ഇറങ്ങി വാഹനം കരക്കെത്തിക്കുക ഉൾപ്പെടെ അർജുനായുള്ള തിരച്ചിൽ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റിവർ ബെഡ് ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ മണ്ണ് നീക്കുന്നതിനുള്ള എക്സ്കവേറ്റർ എന്ന് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു, അത് ഉൾപ്പെടെ സജ്ജമാണോ? ആര്യ, ഇന്ന് 7 മണിയോടുകൂടി എല്ലാ ഉപകരണങ്ങളും ഇവിടേക്ക് എത്തുമെന്നാണ് കരസേനയടക്കമുള്ള, അതോടൊപ്പം തന്നെ സ്ഥലം MLA സതീഷ് തേരി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എക്സ്കവേറ്റർ എത്തിക്കാൻ അരമണിക്കൂർ വൈകിയെങ്കിലും കൃത്യമായി തന്നെ അത് എത്തിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നലത്തെ ദൗത്യങ്ങൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും എക്സ്കവേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ന് രാവിലെ എത്തിച്ച് അതും കൂടി സഹായകരമാവുന്ന രീതിയിലായിരിക്കും പരിശോധന നടക്കുക. ഒരു പക്ഷേ എക്സ്കവേറ്റർ എത്താൻ വൈകിയാൽ പോലും ഇന്ന് ഇപ്പോഴുള്ള സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച്, ഉപകരണങ്ങൾ ഉപയോഗിച്ച്, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താനുള്ള പ്ലാനാണ് നടത്തിയിരിക്കുന്നത്. അതിലൊരു കൂടുതൽ സൗകര്യം കിട്ടും എന്നുള്ളതാണ് പുതിയ ഉപകരണങ്ങൾ വരുമ്പോൾ ഉണ്ടാവുക. അത്തരത്തിലുള്ള സാധ്യതകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അത്തരം സാധ്യതകൾ ഒക്കെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിലവിലുള്ള സാഹചര്യങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് കരസേനയ്ക്ക് മുന്നിലുള്ള പ്ലാൻ. ആ പ്ലാനുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും നമുക്ക് അറിയാൻ കഴിയുന്നത് പോലെ തന്നെ ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഈ ദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ്. അതിന്റെ ആദ്യ പടികൾ രാവിലെ 7 മണി മുതൽ തന്നെ തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ് പങ്കുവെക്കുന്ന വളരെ പ്രതീക്ഷയുള്ള വിവരങ്ങൾ തന്നെയാണ്. അഭിലാഷ്, മറ്റൊരു കാര്യം കൂടി, ഈ പ്രദേശത്തേക്ക് പഴുതടച്ചുള്ള സംവിധാനങ്ങൾ എത്തിക്കുന്നു. ഒപ്പം അർജുനായുള്ള തിരച്ചിൽ ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ അർജുനെ പുറത്തെത്തിക്കുക എന്നുള്ളൊരു ദൗത്യത്തിലേക്ക് ആദ്യഘട്ടമായി ദൗത്യസംഘം പരിഗണിക്കുന്നത് അർജുനെ പുഴയിൽ നിന്നും പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നതും. ഒപ്പം തന്നെ ഈ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ അവിടെ വിലക്കുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കൃത്യമായി വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതിലുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് നൽകാൻ കഴിയുന്ന വിവരം? ആര്യ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇത് അർജുനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അർജുനെ കണ്ടെത്തുക എന്നുള്ളത്, അർജുൻ ലോറിയിൽ ഉണ്ടായിരുന്നു, ഈ ക്യാബിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നുള്ളത് ചില സാക്ഷിമൊഴികൾ മാത്രമാണ്. ആ സമയത്ത് ഈ മണ്ണിടിച്ചിലുണ്ടാവുന്ന സമയത്ത് അർജുൻ ലോറിയിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും വ്യക്തതയില്ല എന്ന് വേണം പറയാൻ. കാരണം അർജുൻ ഒരു പക്ഷേ ചായ കുടിക്കാൻ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം 8:45 ഈ അപകടം ഉണ്ടാവുന്നത്. അത്തരമൊരു സാധ്യതകൾ പോലും പലരും പരിഗണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ ട്രക്കിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അത് ഇപ്പോൾ പുഴയിൽ ആഴത്തിൽ നടത്തുന്ന സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങി നടത്തുന്ന പരിശോധനയിൽ മാത്രമേ വ്യക്തമാകൂ. അർജുൻ ആ ട്രക്കിലുണ്ടെങ്കിൽ, ആ ക്യാബിനകത്തുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ അർജുനെ പുറത്തെത്തിക്കും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ കരസേനയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ലഭ്യമായിരുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇന്ന് കൂടുതൽ കർക്കശമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനടക്കം ചില ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ ഡ്രോൺ വിഷ്വൽസ് ഒക്കെ എടുക്കുന്നത് അവർ നിർത്തിവെപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഡ്രോൺ അടക്കം അവർ പിടിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ് ഇന്റലിജൻസ് സിസ്റ്റം വരുന്നതോടുകൂടി ആ ഘട്ടത്തിലൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും പകർത്താൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ പ്രദേശത്തേക്ക് തന്നെ പ്രവേശിപ്പിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഇന്നലെ നദിയുടെ മറുകരയിൽ നിന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതും ദൃശ്യങ്ങൾ പകർത്തുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇന്ന് അതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. മലയാളികൾ ഒന്നടങ്കം ടെലിവിഷന് മുന്നിൽ ഈ അർജുനെ രക്ഷിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. ഏതായാലും നമ്മൾ അതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും നടത്തുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അർജുനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇത് മലയാളികൾ കാത്തിരിക്കുന്ന മുഹൂർത്തം അവർക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും ഒരു വെല്ലുവിളിയാണ്.